കാഴ്ചയുടെ വിസ്മയം സൃഷ്ടിച്ച് ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിൽ പുഷ്പമേള സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനമായി തയ്യാറാക്കിയ പുഷ്പമേളയുടെ ഉദ്ഘാടനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കരിവേലിക്കൽ, ഇരട്ടിയാർ കൃഷിഭവൻ കൃഷി ഓഫീസർ ഗോവിന്ദരാജ് എം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് കുട്ടി എം വി സ്വാഗതം ആശംസിച്ചു. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ ഭാഗമായി മാറുക എന്ന തിരിച്ചറിവ് കൊണ്ടാണ് പാഠപുസ്തകം ബന്ധപ്പെട്ട ഒരു വിരുന്ന് ഇവിടെ ഒരുക്കിയിരിക്കുക. പുഷ്പങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇത്രയേറെ വിപുലമായ ഒരു കളക്ഷൻ പലപ്പോഴും ഒരു വീട്ടിലുണ്ടാകുന്ന നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതായിരിക്കും വളർത്തുക. പല വീടുകളിൽ വളർന്നത് ഒന്നിച്ച് ഇവിടെ വയ്ക്കുമ്പോൾ മനോഹരമാവുകയാണ്. ഇനിയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു നൂതന സംരംഭമാണ്. അധ്യാപകരായ അനൂപ് മത്തായി, രഞ്ജിത്ത് പി ജെ, ജോഷി ജോസഫ്, സുനിദാസ്, സിസ്റ്റർ ഡെയ്സി ആന്റണി, റെജിമോൾ തോമസ്, ശൈലമ്മ ജോസഫ്, സുമി അഗസ്റ്റിൻ, രാജീവ് പി ജോസഫ്, സിസ്റ്റർ നാൻസി മോൾ ദേവസിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുഷ്പമേളയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സജീവമായി പങ്കെടുത്തു. 5ാം ക്ലാസ്സിലെ ഡെയ്സി ചെടികൾ, 7ാം ക്ലാസ്സിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്നീ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ പഠന പ്രവർത്തനത്തിന് 200-ലധികം വ്യത്യസ്ത ഇനം പൂക്കൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയെന്നത് ഏറെ വിസ്മയമുണർത്തി. ഇടുക്കി ലൈവ് ന്യൂസ്, ഇരട്ടയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.